ചെറിയ കുട്ടികൾക്കും സുബർ സാറാണ്. നമ്മളിന്ന് +2 മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റേഴ്സ് ഡിസ്കഷൻ. കുട്ടികളിപ്പം സ്കൂളിലൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കേണ്ടതൊക്കെ എങ്ങനെയാണെന്നുള്ളതല്ല, ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് അങ്ങോട്ട് തുടങ്ങും. ചിലപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററായി മെട്രിസസ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും പല സ്കൂളുകളിലും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി 2 ടീച്ചേഴ്സ് ഉള്ളിടത്താണെങ്കിൽ ഉറപ്പായിട്ടും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും തുടങ്ങിയിട്ടുണ്ടാവും, മെട്രിസസും തുടങ്ങിയിട്ടുണ്ടാവും. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ ടീച്ചറിന് ഭയങ്കര ദേഷ്യമായിരിക്കും, ഇവരെന്താ ഈ പഠിപ്പിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവും. മെട്രിസസ് അടിപൊളി ടീച്ചറാണ്, നല്ല പോലെ മനസ്സിലാവും. ഇതിൻ്റെ കാരണം ടീച്ചർമാരുടെ കുഴപ്പമല്ല, ചാപ്റ്ററിൻ്റെ കുഴപ്പമാണ് കേട്ടോ. ഇതിനെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. മെട്രിക്സിനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, മറ്റേതിനെ വളരെ ടഫായിട്ട് മീൻസ് നല്ല പ്രയാസപ്പെട്ടേ നമുക്ക് ഇവനെ എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. എളുപ്പത്തിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അപ്പോൾ ഇതിനുള്ളിലുള്ള ചാപ്റ്റേഴ്സുകളെല്ലാം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവനെയൊക്കെ ഒന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതും എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു ഫസ്റ്റ് എളുപ്പം നിങ്ങൾക്കൊന്ന് തരികയാണ്. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. +1 നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്ലാസ് ഇട്ടു. ഇനി നമ്മൾ +2 കുറച്ച് ഇടും. പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാത്സിനെ പിന്നെ വളരെ സിമ്പിളായിട്ട് സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റും. +2 നിങ്ങൾക്ക് എൻട്രൻസിലൂടെ ജോയിൻ ചെയ്യുന്നവർക്ക് ഫീസിന് നല്ല ഇളവും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പഠിക്കാനുള്ളത് 13 ചാപ്റ്റേഴ്സ് മോനെ. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിനുള്ളിലും സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലും 2 ടെക്സ്റ്റ് ബുക്കാണെന്ന് എല്ലാവർക്കും അറിയാം. ഫസ്റ്റിനുള്ളിൽ 6 എണ്ണം ഉണ്ട്, സെക്കൻഡിനുള്ളിൽ 7 എണ്ണം ഉണ്ടല്ലേ. അങ്ങനെ 6 7 13 ചാപ്റ്റേഴ്സ് നമുക്ക് ടോട്ടലി പഠിക്കാനുണ്ട്. ഇവനെയൊക്കെ നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. മുഴുവനായിട്ടല്ല, കുറച്ച് ഒരു ഫസ്റ്റ് ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മുഴുവനായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. തുടക്കം എങ്ങനെയായിരിക്കണം എന്നുള്ളതും ഇതിൻ്റെ ഏകദേശം ഒരു രൂപം ഒന്ന് പറയുക. നമുക്കിനി പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് എല്ലാവരും ഇപ്പോൾ അറിഞ്ഞു കാണും, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 7 മാർക്കുള്ള ചാപ്റ്ററാണ്, 7 മാർക്സ്. 2 ക്വസ്റ്റ്യൻ, ഒന്ന് 3 മാർക്കിൻ്റെയും മറ്റ് 4 മാർക്കിൻ്റെയും, ഇങ്ങനെ 7 മാർക്ക് ചേരുന്ന ഒരു വലിയ ചാപ്റ്റർ ഒന്നും പറയേണ്ട. ചാപ്റ്റർ ഒത്തിരി വലുതല്ലെങ്കിലും പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും, മനസ്സിലാക്കി പഠിക്കാൻ പ്രത്യേകിച്ച് ഇത്തിരി ടഫ് തന്നെയാണ്. ഓക്കെ, റിലേഷൻ്റെ അകത്തുനിന്ന് 1, ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് 1, അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. 2 കൂടെ ചേർന്ന് 7 മാർക്കോളം ഉണ്ട്. ഓക്കെ, ഇവനെ കളഞ്ഞിട്ട് കാര്യമില്ല. ഫുൾ മാർക്കോ A+ഓ വേണ്ടവർ ഇവനെ ഒന്നും വിട്ടിട്ട് ഒരു കാര്യമില്ല. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് കേൾക്കുമ്പോൾ എടുത്ത് എറിയാൻ തോന്നും ടെക്സ്റ്റ് ബുക്ക്. ഒന്നും വേണ്ട, ഇവൻ നല്ലവനാണ് കേട്ടോ. ഇവൻ്റെ പേര് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ, തലതിരിഞ്ഞവൻ. ഒരു കാര്യമില്ല, ഇവൻ അടിപൊളിയാണ്, പഠിക്കാൻ നല്ലതാണ്. ട്രിഗണോമെട്രി എന്ന് കേൾക്കുമ്പോൾ പേരൊക്കെ നല്ലതായിരുന്നു, പക്ഷേ അങ്ങോട്ട് ചെന്നപ്പോഴേ അവനോടൊന്ന് സംസാരിച്ചപ്പോഴേ ഇവൻ വളരെ മോശമാണ്, അവൻ്റെ സ്വഭാവം വളരെ മോശം അല്ല, പക്ഷെ ഇവൻ്റെ പേര് വളരെ മോശമുണ്ട്, ഇല്ല ഇൻവേഴ്സ് തലതിരിഞ്ഞവൻ. ബട്ട് ഞാൻ പറഞ്ഞു അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. ഇവൻ്റെ അകത്ത് നമുക്ക് ഏകദേശം 4 മാർക്കുണ്ട് കേട്ടോ. 2 ക്വസ്റ്റ്യൻ ഒറ്റ ഒരിടത്തേ വരുന്നുള്ളൂ, 4 മാർക്ക് സെക്ഷനിലെ വരുന്നത്. ചിലപ്പോൾ 3 മാർക്സ് ആയിട്ടും കുറയാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ 4 3 മാർക്ക്, 7 മാർക്കോ 6 മാർക്കോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് പഠിക്കാനുള്ളതും കുറച്ചേ ഉള്ളൂ, പക്ഷേ അത് പഠിക്കേണ്ട രീതിയിൽ കൂടെ പഠിച്ചെങ്കിലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ ഇഷ്ടത്തോഴനാമനെ മെട്രിസസ്. എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. പ്രത്യേകിച്ച് ഓണപ്പരീക്ഷയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല രസകരമായിട്ട് അങ്ങോട്ട് പേജ് തള്ളി അങ്ങോട്ട് എഴുതി പോകും. ഇങ്ങനെ വലിയൊരു ബ്രാക്കറ്റൊക്കെ ഇട്ട് കുറേ പണികളാണ് കേട്ടോ. മെട്രിസസ് ഇതിനുള്ളിൽ നിന്ന് നമുക്ക് 7 മാർക്കോളം ഉണ്ട് കേട്ടോ. 7 മാർക്സ് ആണ്. ഒരു നല്ല ചാപ്റ്ററാണ്. 7 മാർക്ക് കിട്ടാനും വളരെ ഈസി ആയിട്ടുള്ളതാണ്, പക്ഷെ തെറ്റാനും വളരെ ഈസിയാണ്, അതുകൂടെ ഓർത്തോണം. ഓക്കെ, നാലാമത്തെ ചാപ്റ്റർ ഡിറ്റർമിനൻസ്. ഇവൻ പൊളിയാണ് കേട്ടോ മോനെ, ഇവൻ ഭയങ്കര പൊളിയാണ്, അടിപൊളിയാണെന്ന് തന്നെ പറയാം. കാരണം ഇവൻ ഈ ചാപ്റ്ററിൽ ഒതുങ്ങുന്നില്ല, അവൻ അടുത്ത ടെക്സ്റ്റും കവർ ചെയ്ത് മീൻസ് വേറെ രാജ്യത്തൊക്കെ പോയി വിലസുന്നവനാണ് കേട്ടോ. ഡിറ്റർമിനൻറ്റ് ഭയങ്കര ആപ്ലിക്കേഷനുള്ള ഒരു ചാപ്റ്ററാണ്. ഡിറ്റർമിനൻസിനുള്ളിൽ നിന്നും നമുക്ക് ഒരൊറ്റ ചോദ്യം, ഒത്തിരി ഒന്നുമില്ല, ഉള്ളി 1 6 മാർക്സിൻ്റെ ഒരൊറ്റ ഒരെണ്ണമേ ഉള്ളൂ. അവനെ അങ്ങ് പഠിച്ചുകൊണ്ട് പോയേക്കണം. എന്ത് രസം അല്ലേ, പഠിച്ചുകൊണ്ട് പോകുന്നു, പരീക്ഷയ്ക്ക് വരുന്നു, എഴുതുന്നു, ഫുൾ മാർക്ക് കിട്ടുന്നു. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ആ രീതി കൂടെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ തരുന്നത്, ആ രീതി കൂടെ ആയിരിക്കും ലാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ. 5ാമത്തെ ചാപ്റ്റർ നമ്മുടെ കണ്ടിന്യൂറ്റി ഡിഫറൻസിയേഷൻ ആണ് കേട്ടോ. കണ്ടിന്യൂറ്റി എന്നുള്ളൊരു ഉണ്ട്.
കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻസിയേഷൻ. ഇതാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ. ഇതിനുള്ളിൽ നിന്നും നമുക്ക് ഏകദേശം കുറച്ച് മാർക്ക് കൂടുതലുണ്ട്. 9 മാർക്കുകളും ഉണ്ട്. 9 മാർക്കുള്ള ചാപ്റ്റർ അല്ലേ? ഉണ്ട്, ഇതിൻ്റെ അകത്തുനിന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത കണ്ടിന്യൂറ്റിക്കുള്ളിൽ നിന്നും 3 മാർക്സ്, 6 മാർക്സ് ഫ്രം ഡിഫറൻസിയേഷൻ. 6 മാർക്കിൻ്റെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ, അത് 3 പാർട്ടായിരിക്കും. ഇവിടെ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യനും. അങ്ങനെ 9 മാർക്കാണ്. ഇത്തിരി വില കൂടിയവനാണ് കേട്ടോ. 6ാമത്തെ ചാപ്റ്റർ അത്ര രസകരമൊന്നുമല്ല. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ പഠിച്ചതിൻ്റെ ആപ്ലിക്കേഷൻ കേൾക്കുമ്പോഴേ അറിയാം ഫിസിക്സിനുള്ളിലല്ലയോ, അടിപൊളിയൊന്നും അല്ല, വളരെ മോശമാണ്. ഇവിടെയും മോശം തന്നെയാണ് കേട്ടോ. അത്രയായിട്ട് ഓർക്കത്തൊന്നുമില്ല. പിന്നെ പഠിപ്പിക്കുമ്പോണ്ടല്ലോ ഇത്തിരി മനസ്സിലാവും, ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ തന്നെ അങ്ങോട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് റിവിഷൻ സമയത്ത് തന്നെ നോക്കിയാൽ ഒട്ടും പിടികിട്ടത്തില്ല. പിന്നെയും ഇതേപോലെ റിവിഷനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇതിനകത്തുനിന്ന് നമുക്ക് ഏകദേശം 6 മാർക്സ് ആണ് വരുന്നത് കേട്ടോ. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പിന്നെ കംപ്ലീറ്റ് ആയി മക്കളെ, എല്ലാം കഴിഞ്ഞു. ഇനി സെക്കൻഡ് ചാപ്റ്ററിനുള്ളിൽ, സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിനുള്ളിൽ 7 ചാപ്റ്റർ, 7 എണ്ണം. ആരൊക്കെയാണ്? ഫസ്റ്റ് നമ്മളങ്ങോട്ട് വാതിൽ തുറക്കാൻ പോവാ. കാണുന്നത് 7ാമത്തെ ചാപ്റ്റർ, ദ ഗ്രേറ്റ് ഇൻ്റഗ്രേഷൻ. ഒയ്യോ, നിങ്ങളെ ഈ പഠിച്ചവർക്കൊക്കെ അറിയാം എന്താണ് ഇതിൻ്റെ പ്രശ്നം. ഇൻ്റഗ്രേഷൻ കേൾക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു പേരാണെങ്കിലും ഇത്തിരി പ്രശ്നമാണ്. ഇത്തിരി നല്ല ഒത്തിരി പ്രശ്നം തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ഇവൻ്റെ പോക്ക് അതേപോലെ. അപ്പോൾ ഇവനെ ഒന്ന് മെരുക്കി കെട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല, അത്രയ്ക്ക് എളുപ്പമൊന്നും അല്ല. ഇവൻ്റെ ഒരു പ്രോബ്ലത്തിനെ ചെയ്ത് ഓർക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇങ്ങനെ ചെറിയ ചേഞ്ചസ് വെച്ചുകൊണ്ട് മെത്തേഡുകൾ ഇങ്ങനെ മാറുക. അപ്പോൾ ഇവനെ നമ്മൾ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കഴിവ് തന്നെയാണ്, നല്ലൊരു സ്കിൽ തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ. 8ാമത്തെ ചാപ്റ്റർ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇൻ്റഗ്രേഷൻ്റെ അപ്പുറത്ത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ആപ്ലിക്കേഷൻ. ഇതൊരു വലിയ ചാപ്റ്റർ കേട്ടോ, എളുപ്പം തീരുന്നതല്ല. ഈവൻ എളുപ്പം തീർക്കാം, പക്ഷേ ക്വസ്റ്റ്യൻസുകൾ കുറവാണ്, പഠിക്കാൻ ഇത്തിരി ടഫാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഏകദേശം ഇപ്പോൾ 9 മാർക്കോ ഇല്ലെങ്കിൽ 6 മാർക്കോ, ഇപ്പോൾ 6 മാർക്കേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ 9 മാർക്ക്, അത് പറയാൻ പറ്റില്ല. 6 or 9 ആയിരിക്കും ഇൻ്റഗ്രേഷൻ. ഇവിടെ നിന്നും 4 മാർക്സ്, ഒറ്റ ക്വസ്റ്റ്യൻ, അത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇതാണ് നമ്മുടെ അടുത്തത്. അതെന്തുവാ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്? ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഒരുമിപ്പിക്കുന്ന കേട്ടോ, ഒരുപോലെ വരുന്നവനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവരിലുമൊക്കെ ഫേമസ് ആണ്. പിന്നീട് ഹയർ സ്റ്റഡീസിൽ ഇവനാണ് താരം. ഓക്കെ, അങ്ങനെ നമ്മുടെ കാൽക്കുലസ് തീർന്നു. ഇതൊക്കെയായിരുന്നു കാൽക്കുലസ് 1, 2, 3, 4, 5. ഈ 5 പേരാണ് നമ്മുടെ കാൽക്കുലസ് എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കാണ്. അതിൻ്റെ 5 എണ്ണമാണിത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ 10ാമത്തെ ചാപ്റ്ററാണ് വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സ് നല്ലൊരു പയ്യൻ, നല്ല പറഞ്ഞാൽ കേൾക്കുന്നൊരു പയ്യനാണ്. നല്ലവനാണ്, അനുസരണയുള്ളവനാണ്, എല്ലാം മാർക്കൊക്കെ ഇത്തിരി തരുന്നവനാണ്. ഇവനെ ട്രീറ്റ് ചെയ്യണം ആ രീതിക്കുള്ള കേട്ടോ. നല്ലവനായിട്ട് എനിക്കിഷ്ടമാണ്, ക്യൂട്ടായിട്ടുള്ളൊരു പയ്യനാണ് കേട്ടോ. 7 മാർക്കുണ്ട് താനും. പിന്നെ എന്തിനാണ് നമ്മളിതിനെ വിടുന്നത്? 7 മാർക്സാണ്, 2 ക്വസ്റ്റ്യൻസുകളുണ്ട്, 3 മാർക്സ് ആൻഡ് 4 മാർക്സ്. നല്ലവനാണ് കേട്ടോ. പക്ഷേ തെറ്റും ചെറുതായി. ഈ എളുപ്പം എന്ന് പറയുമ്പോൾ ഓർത്തോണം, അതിനുള്ളിലൊരു അപകടമുണ്ട്, തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം കോൺഫിഡൻസ് കൂടി, സ്പീഡ് കൂടി തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ അവനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഏത് ക്വസ്റ്റ്യനാണെന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റും. അതങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് 11ാമത്തേതാണ് നമ്മുടെ 3D ജോമെട്രി. 3D ജോമെട്രി എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ ജോമെട്രി. നമ്മുടെ +1 പഠിച്ചതിനകത്തൊന്നും ഇത്തിരി കൂടുതൽ പഠിക്കാനുണ്ട്. അത്ര ഈസി എന്ന് പറയാൻ കുഴപ്പമില്ല, നല്ലവനാണ് കേട്ടോ. പിന്നെ ഓർമ്മ അങ്ങ് എളുപ്പം പോകും. ചെയ്യാനൊക്കെ എളുപ്പമാണെങ്കിലും ഓർമ്മ അങ്ങ് പോകും എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് അങ്ങ് മറന്നു പോകും, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ 12ാമത്തെ ചാപ്റ്ററുണ്ട്, 13ാമത്തെ ചാപ്റ്ററുണ്ട്. 12ാമത്തെ ചാപ്റ്റർ ലീനിയർ പ്രോഗ്രാമിംഗ്, LPP എന്നാണ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. നമ്മൾ +1 പഠിച്ച ലീനിയർ ഇൻഇക്വാളിറ്റീസിൻ്റെ ചേട്ടൻ. ഓക്കെ, അന്ന് നമ്മൾ പഠിക്കാതെ ഒരു പുതിയ കാര്യം കൊണ്ട് ഇവിടെ പഠിക്കണമെന്ന് മാത്രം. ആ പുതിയ കാര്യം മുഴുവൻ പഠിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അതാണ് 6 മാർക്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ. ഇവനൊക്കെ വലിയ താരം കേട്ടോ. ഒറ്റ ക്വസ്റ്റ്യൻ 6 മാർക്സ്, പാർട്ടൊന്നുമില്ല, ഒരൊറ്റ ക്വസ്റ്റ്യനെ തീരുകയാണ് കേട്ടോ. നെക്സ്റ്റ് 13 നമ്മുടെ മറ്റൊരു അടിപൊളി പ്രോബബിലിറ്റി. +1 പഠിച്ച മാതിരി അല്ല പ്രോബബിലിറ്റി, +2 ഇച്ചിരി കൂടുതലുണ്ട്, ഏറെയുണ്ട്. 3 എക്സസൈസ് പഠിക്കാനുണ്ട് കേട്ടോ. ഇത്രയും ചേരുന്നതാണ് നമ്മുടെ +2 മാത്തമാറ്റിക്സ്. എങ്ങനെയുണ്ട് മക്കളെ? കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ നോക്കുന്നത് നമുക്ക് അറിഞ്ഞെങ്കിലല്ലേ ഉള്ളൂ അല്ലേ?
കുഴപ്പങ്ങളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വർഷം. മറ്റുള്ള ഈ കഴിഞ്ഞ വർഷം തൊട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലാസ്റ്റ് റിസൾട്ട് വെച്ച് നോക്കിയാൽ നമുക്കറിയാം അങ്ങോട്ട് പോകുന്നതൊക്കെ ഇത്തിരി കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒട്ടും സമയം കളയേണ്ട മക്കളെ, ജോയിൻ ചെയ്യാം, പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് മാത്സ് ഒരു വളരെ ഈസി ആയിട്ട് കിട്ടും. ഇത്രമേ ഉള്ളൂ 1 ഇയർ. ഓക്കെ, വേറെ ഒന്നുമില്ല, ഇത്രയും കൊണ്ടെല്ലാം തരും. ഇതിനുള്ളിൽ നമുക്ക് മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സ്, ഇക്വേഷൻ ബുക്ക്ലെറ്റ്, ഓരോ എക്സാം വരുമ്പോൾ അതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പബ്ലിക് എക്സാം ആകുമ്പോൾ ക്വസ്റ്റ്യൻ പാക്കേജ് കണ്ടെയ്ൻസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് രണ്ടും ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഏതാണ് പഠിക്കണം നമ്മളങ്ങ് തരിക, അതങ്ങ് പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഓർഡറിലാക്കി തരും, അവനെ പഠിച്ചു പോയാൽ മതി, എല്ലാം കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മാക്സിമം കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതിപ്പോൾ +2 പഠിക്കുന്ന ഏത് കുട്ടിക്ക് ആവശ്യമുള്ളതാണ്, നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു സന്തോഷമുണ്ട്, നിങ്ങൾക്കൊരു സന്തോഷമാണോ എനിക്കറിയില്ല. എന്തായാലും ആശ്വസിക്കാം, നല്ലൊരു കാര്യം ഷെയർ ചെയ്തതിന്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. മാക്സിമം എല്ലാം മനസ്സ് എങ്ങോട്ട് എല്ലാവർക്കും പഠിക്കാനുള്ള തോന്നട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.